ഇന്ദിരാഗാന്ധിയുടെ ജന്മശതാബ്ദി അനുസ്മരണവും ദേശീയ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കുടുംബസംഗമവും എലമ്പലാശ്ശേരി മച്ചിങ്ങൽ കോളനിയിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി മുകുൾ വാസനി ഉദ്ഘാടനം ചെയ്തു. ദേശീയ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ 24,000 ബൂത്തുകളിലും പാലക്കാട് ജില്ലയിൽ 2,040 ബൂത്തുകളിലുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ കേരളത്തിൽ കുടുംബയോഗങ്ങൾ നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനം കരിമ്പുഴ പഞ്ചായത്തിലെ എലമ്പലാശ്ശേരി 19-ാം നമ്പർ ബൂത്തായ തണ്ണീർപ്പന്തൽ മച്ചിങ്ങൽ കോളനി ബൂത്തിലാണ് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയും കേരളത്തിന്റെ ഇൻചാർജർ കൂടിയുമായ മുകുൾ വാസനി ഉദ്ഘാടനം ചെയ്തത്. ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള പ്രഗത്ഭയായ ഒരു പ്രധാനമന്ത്രി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ രാസായുധം പരീക്ഷിച്ചപ്പോൾ പോലും ഇന്ത്യ രാജ്യം രാത്രി സമയങ്ങളിൽ പാർലമെന്റ് ചേർന്നിട്ടില്ല. ഇന്ത്യൻ പാർലമെന്റ് രാത്രികാലങ്ങളിൽ ആകെ ചേർന്നിരിക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴും പിന്നെ രാജ്യത്തിന്റെ 25-ാം വാർഷികത്തിലും പിന്നീട് 50-ാം വാർഷികത്തിലും മാത്രമാണ്. എന്നാൽ ഇപ്പോൾ രാത്രിയിൽ പാർലമെന്റ് ചേർന്നിരിക്കുന്നു നരേന്ദ്രമോദി GST നടപ്പിലാക്കാൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരാണ് ആദ്യം GST കൊണ്ടുവന്നത്. എന്നാൽ അത് പൂർണ്ണമായി മാറ്റിമറിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്ന രീതിയിലും കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിലുമുള്ള നിയമമാണ് ഇന്ത്യയെ കൊണ്ടുവന്നിട്ടുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് കോച്ച് ഫാക്ടറി 1000 പേർക്ക് ജോലി നേടാനായിട്ടാണ് കഞ്ചിക്കോട്ട് UPA സർക്കാർ കോച്ച് ഫാക്ടറി കൊണ്ടുവന്നത്. അതിപ്പോൾ എവിടെ എത്താതെ നിൽക്കുകയും ചെയ്യുകയാണ്. പാലക്കാടിന്റെ MP ആകട്ടെ ഇപ്പോൾ കോച്ച് ഫാക്ടറിയെ കുറിച്ച് ഒന്നും തന്നെ മിണ്ടുന്നുമില്ല എന്ന് മുകുൾ വാസനി പറഞ്ഞു. Which was envisaged by the UPA government was different, and what this government is implementing is different. The GST which we had envisaged would had only 3 rates of taxation. Today's GST will have 7 to 8 slabs of taxation. This is not what we were planning to do through the GST. The second important thing is they are talking about one nation, one tax. But today, electricity, alcohol, real estate and petroleum, these things have not been included in the GST, and therefore 40% of taxation is outside the net of GST. This also we will have to explain. There have been many important legislations which we have adopted in the past. This was not the first time. In Indiraji's time in 1974, India became a nuclear power, but Indiraji did not call a midnight session to announce that India has become a nuclear power. On every occasion, whenever the parliament has met at midnight, was an occasion connected with the freedom of India. The Indian Parliament met for the first time on 14th August midnight when India became independent. The second time the Indian Parliament met at midnight was when we were celebrating the silver jubilee of our independence. And the third time when the Indian Parliament met at midnight was when India completed 50 years of its independence. But Narendra Modi, BJP has got nothing to do with the freedom movement, nothing to do with the independence of India, and therefore they wanted some other occasion to call a session of parliament at midnight, and they made GST as an excuse. BDS-നും SLC-ക്കും വിജയിച്ച കുട്ടികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ആദരിക്കലും ചടങ്ങുകൾ നടന്നു. KPCC സെക്രട്ടറിമാരായ ചന്ദ്രൻ, സുധീർ, ശ്രീകണ്ഠൻ, ഭാസ്കരൻ, സുരേഷ്, ഓമന ഉണ്ണി, സ്വാമിനാഥൻ, ഹരിഗോവിന്ദൻ എന്നിവരും പങ്കെടുത്ത് പ്രസംഗിച്ചു. MC ന്യൂസ് എലമ്പലാശ്ശേരി.